കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. മണ്ഡല പുനഃക്രമീകരണങ്ങളുടെ പേരിൽ തമിഴ്നാടിനെ ദുർബലപ്പെടുത്താൻ ബി.ജെ.പി. സർക്കാർ ശ്രമിക്കുകയാണ്. ഇതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും എം.കെ. സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ചില സംസ്ഥാനങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കുന്നതും മറ്റു ചില സംസ്ഥാനങ്ങളിലെ എണ്ണം കുറയ്ക്കുന്നതും ന്യായീകരിക്കാനാകില്ലെന്നും എം.കെ. സ്റ്റാലിൻ എക്സിൽ വ്യക്തമാക്കുന്നു. അനീഷ് കെ ശിവദാസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. അനീഷ്, എന്താണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ? ഗോപികൃഷ്ണൻ, 1971 സെൻസസ് പ്രകാരമാണ് നിലവിലെ മണ്ഡലങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് 2026 ജനസംഖ്യ പ്രകാരം പുനഃക്രമീകരിക്കുമ്പോൾ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ദുർബലമാക്കാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാണ് ഇന്ന് എം.കെ. സ്റ്റാലിൻ എക്സിലൂടെ കുറിച്ചിരിക്കുന്നത്. മണ്ഡല പുനഃക്രമീകരണത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനുമുള്ള, ചില സംസ്ഥാനങ്ങളിലെ എണ്ണം കുറയ്ക്കാനും ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എണ്ണം കൂട്ടാനുമുള്ള നീക്കം ഗൂഢാലോചനയാണ് എന്നാണ് എം.കെ. സ്റ്റാലിൻ പ്രധാനമായി ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 888 ഇത് സംസ്ഥാനങ്ങൾക്ക് മേൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കത്തിയാണെന്നും എം.കെ. സ്റ്റാലിൻ ആരോപിക്കുന്നു. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ തമിഴ്നാട്ടിലുള്ളത് 39 സീറ്റുകളാണ്. പുതിയ ധാരണ പ്രകാരം സീറ്റുകളുടെ എണ്ണം ജനസംഖ്യ പ്രകാരം എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ ഇത് 31 കുറയും. ഫലത്തിൽ തമിഴ്നാടിന് 8 സീറ്റുകൾ കുറയും. ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയും പരിശോധിക്കുകയാണെങ്കിൽ 42 നിന്ന് 34 കുറയും. ഇവിടെയും 8 സീറ്റുകൾ കുറയും. കേരളത്തിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ 20 സീറ്റുകളാണ്, ലോക്സഭാ സീറ്റുകളാണ് കേരളത്തിലുള്ളത്. ഇത് 12 കുറയുകയും 8 സീറ്റുകൾ കേരളത്തിനും ഇത്തരത്തിൽ നഷ്ടമാവും. മറുവശത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുന്നത്, മധ്യപ്രദേശിലാണെങ്കിൽ 33 സീറ്റുകൾ 29 നിന്ന് 33 ആകും. അവിടെ 4 സീറ്റുകളാണ് വർദ്ധിക്കുന്നത്. രാജസ്ഥാനിൽ 25 നിന്ന് 31 കൂടും, അത് 6 സീറ്റുകൾ വർദ്ധിക്കും. ബീഹാറിൽ 40 നിന്ന് 50 ഇവിടെ 10 സീറ്റുകൾ ഏകദേശം ജനസംഖ്യ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ വർദ്ധിക്കും. ഉത്തർപ്രദേശിലാണെങ്കിൽ 80 നിന്ന് 91 11 സീറ്റുകൾ ഇവിടെ വർദ്ധിക്കും. ഇത് ബി.ജെ.പിയുടെ ഒരു ഗൂഢാലോചനയാണ് എന്നാണ് പ്രധാനമായും എം.കെ. സ്റ്റാലിൻ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് ജനസംഖ്യാ നിയന്ത്രണത്തിൽ ശക്തമായ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. മറുവശത്ത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ ഒരു നിയന്ത്രണം വരുത്താതെ ഇരുന്ന സംസ്ഥാനങ്ങളെ നിർലോഭം അവരെ പിന്തുണയ്ക്കുകയും നല്ല പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളെ വിമർശിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ബി.ജെ.പി. സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നാണ് എം.കെ. സ്റ്റാലിൻ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്തിരിക്കെയാണ് ഇത്തരത്തിലൊരു പ്രത്യേകിച്ച് ഭയങ്കര രൂക്ഷമായ ഒരു വിമർശനം ബി.ജെ.പിക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് എം.കെ. സ്റ്റാലിൻ രംഗത്തെത്തുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് ബി.ജെ.പി. വലിയ പ്രചാരണം നടത്തുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി ഇപ്പോൾ എം.കെ. സ്റ്റാലിൻ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് തമിഴ് ജനത എത്തുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. നിങ്ങൾ അണ്ണാ DMK-ക്ക് വോട്ട് ചെയ്താൽ പോലും അത് ബി.ജെ.പിയുടെ പെട്ടിയിലായിരിക്കും എത്തുക. അതുകൊണ്ട് DMK സർക്കാരിനെയും ഇന്ത്യ മുന്നണിയെയും വിജയിപ്പിക്കാൻ വോട്ടർമാർ തയ്യാറാകണം എന്നുള്ളൊരു ആഹ്വാനം കൂടിയാണ് എം.കെ. സ്റ്റാലിൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും കണക്കുകൾ നിരത്തിയുള്ള വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.